ബഹുമാന്യരെ, ഇലക്ഷൻ പ്രചരണം ഇനി 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കാം. 3ാമത്തെ ടേം അധികാരത്തിൽ വരുമെന്ന് പറയുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. മൊത്തത്തിൽ നോക്കിയാൽ അവരുടെ പരിപാടികൾ, അവരുടെ നേതാക്കന്മാർ, അവരുടെ സ്ഥാനാർത്ഥികൾ, ഇവരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ആൾക്കൂട്ടം വളരെ കുറവാണ്. സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തുമ്പോൾ തന്നെ പേരിന് മാത്രമേ ആൾക്കാരുള്ളൂ. ഉള്ള ആളുകളുടെ മുഖത്തിന് ഒരു ആവേശവുമില്ല. നേതാക്കന്മാരാണെങ്കിൽ അറിയപ്പെടുന്ന ആൾ കൂടുന്ന ഒരു നേതാവും അവരുടെ ഭാഗത്തുമില്ല. ആകെ കൂടിയുള്ളത് മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ചില സ്ഥലങ്ങളിൽ ആൾക്കൂട്ടമുണ്ട്. അതെങ്ങനെ ആൾക്കൂട്ടം വരുന്നതെന്ന് അറിയില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആൾക്കൂട്ടം ഇല്ല. ജനങ്ങൾ മൊത്തത്തിൽ ഒരു കാര്യം തീരുമാനിച്ച പോലെയാണ് തോന്നുന്നത്. UDF തരംഗമാണ് എല്ലാ സ്ഥലത്തും. കാരണം UDFൻ്റെ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചുണ്ട്. അവരുടെ നേതാക്കന്മാർ അവിടെ പരിപാടി നടക്കുമ്പോൾ ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വന്നു. നിങ്ങൾ സ്ഥിതിഗതികൾ കണ്ടതില്ലേ? ഞങ്ങളുടെ വടകര MP സീമാൻ ഷാഫി പറമ്പിൽ, അദ്ദേഹമാണ് ഇന്ന് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ. കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ ചെന്നാലും അവിടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ റോഡിൽ കൂടി നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നാലെ തുള്ളിക്കൊണ്ടാണ് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ യുവാക്കൾ, പ്രായമുള്ള ആൾക്കാർ UDFകാരും അല്ല. ഇത്ര നാളും DYFഐക്കും SFഐക്കും സിന്ദാബാദ് വിളിച്ച ചെറുപ്പക്കാർ, ഇതുവരെ ഒരു പാർട്ടിക്കും സിന്ദാബാദ് വിളിക്കാത്ത ചെറുപ്പക്കാർ, അവരാണ് ആവേശപൂർവ്വം ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ തുള്ളിക്കൊണ്ട് നടക്കുന്നത്. ഇത് ഞാൻ കളവ് പറയില്ല, നിങ്ങൾക്കിത് വസ്തുത മനസ്സിലാക്കാം. ചാനലുകൾ തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാം ഷാഫിയുടെ കൂടെ തുള്ളലും ഷാഫിയുടെ പരിപാടിയും മാത്രമേ കാണാനുള്ളൂ. കേരളം മുഴുവനും ഷാഫി ഒരു ക്രൗഡ് പുള്ളറായിട്ട് മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ആൾക്കാരും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഈ പ്രാവശ്യം UDF വരണം. കാരണം 2 പ്രാവശ്യം അവർ പറ്റിക്കപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിഷ്പക്ഷമതികളായ വോട്ടർമാരാണ് വോട്ട് ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുക. 10 വർഷം മുമ്പ് വലിയൊരു അബദ്ധത്തിൽ വോട്ടർമാർ പെട്ടു. അവർ പറഞ്ഞു, സൈരതിയുടെ പേരും പറഞ്ഞു, സോളാറിൻ്റെ പേരും പറഞ്ഞു. കോടിക്കണക്കിന് രൂപ സർക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൈരതിയെ കുറേ ആൾക്കാർ എന്തെല്ലോ ചെയ്തിട്ടുണ്ട്. ഈ പ്രചരണത്തിൽ ആൾക്കാർ പെട്ടുപോയി. അതിനെതിരായി സമരം അവർ തിരുവനന്തപുരത്ത് ഇടതുപക്ഷക്കാർ സംഘടിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാരെ 48 മണിക്കൂർ സെക്രട്ടേറിയറ്റ് വളയാൻ വേണ്ടി കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് വളയൽ തുടങ്ങി. സാധാരണ 48 മണിക്കൂറാകുമ്പോൾ മനുഷ്യന്മാർക്ക് 2 പ്രാവശ്യം തൂറുണ്ടിടൂ. അവനക്ക് അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? തൂറാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? 1-ാം ദിവസം കഴിഞ്ഞ് പുലർച്ചെ 5 മണി സമയമായപ്പോൾ സമരത്തിന് വന്ന ആൾക്കാർ നേതാക്കന്മാരെ നോക്കി കോളറിന് പിടിച്ചു ചോദിച്ചു, കക്കൂസ്, കുളിമുറി എവിടെ, കക്കൂസ് എവിടെ? അന്നേരമാണ് അവർക്കും ബോധം വന്നത് തൂറാൻ സ്ഥലത്തവരും ചെയ്തിട്ടില്ല എന്ന്. ഉടനെ 48 മണിക്കൂർ സമരം 18 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അവർ ഒഴിവാക്കി, സമരം പിരിച്ചുവിട്ടു. പക്ഷേ എന്നിട്ടും ബഹുജനം കഴുത എന്ന് പറയുന്നില്ലേ, ബഹുജനം അവരെ പ്രചരണത്തിൽ പെട്ടുപോയി. വോട്ട് അവർക്ക് അനുകൂലമായി ചെയ്തു, അവർ അധികാരത്തിൽ വന്നു. 5 വർഷം മുമ്പ് ഇതേമാതിരി പെടൽ ജനങ്ങൾ പെട്ടു. അന്ന് കിറ്റാ കൊടുത്തത്. കിറ്റ് കൊടുത്തപ്പോൾ ജനങ്ങളെ പൈസ കൊണ്ട്, ജനങ്ങൾ നീതി കൊടുക്കുന്ന പണം കൊണ്ട് അത് തന്നെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ പൈസയാണ്, അതാണ് തരുന്ന ബോധമൊന്നും ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നിയില്ല. അവരാ കിറ്റ് കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് അങ്ങോട്ടും വോട്ട് ചെയ്തു. പിന്നെ അവരുടെ പ്രചരണം കുറേ കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള പ്രചരണം, ഇപ്പോൾ നടക്കുന്ന പ്രചരണം, ഞങ്ങൾ കേരളം ആപത്തിൽപ്പെട്ടപ്പോൾ, വെള്ളപ്പൊക്കത്തിൻ്റെ ആപത്തിൽപ്പെട്ടപ്പോൾ
കൊറോണ വന്നപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടുത്തിയില്ലേ എന്ന ഇത് ഇവരൊന്നുമല്ല. ആത്മാർത്ഥതയുള്ള സേവന സന്നദ്ധരായ ചെറുപ്പക്കാർ, സേവനരായ വ്യക്തികൾ മുഴുവനും രംഗത്തിറങ്ങി. ആ 2 ഘട്ടങ്ങളിലും അവരവരാൽ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു. അതിൻ്റെ പേരിൽ മെഡിക്കൽ ഫീൽഡ് എടുക്കുമ്പോൾ ഇത്ര കോടികളുടെ തട്ടിപ്പാണ് നടന്നതെന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലൊന്നും ജനങ്ങൾ ഇനി പെടില്ല. ഇത്തരം ഒരു അബദ്ധത്തിലൊന്നും ജനങ്ങൾ വരാൻ അവർ സ്വയം ആലോചിച്ചിട്ടാണ് ചെയ്യുക. കഴിഞ്ഞ 2 ഇലക്ഷനിൽ, പാർലമെൻറ്റും പഞ്ചായത്ത് ഇലക്ഷനിലും നിഷ്പക്ഷ വോട്ടർമാർ UDF അനുകൂലമായിട്ട് ചെയ്തു. ഈ പ്രാവശ്യവും അവരും കുറേ ഭാഗം LDFൻ്റെ ആൾക്കാരും UDFന് വോട്ട് ചെയ്യാൻ പോകുന്നു. കാരണം UDF ഈ പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നാൽ, LDF ഈ പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നാൽ LDF നശിക്കും, CPM നശിക്കും. പിന്നെ BJP വളരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുക. BJPക്ക് വോട്ട് കൊടുക്കുന്നത് വയനാട്ടുകാർ പൊറുക്കുമോ? വയനാട്ടിൽ ഈ ദുരിതമുണ്ടായിട്ട് എന്തെങ്കിലും ഒരു സഹായം കേന്ദ്രം ഭരിക്കുന്ന BJP ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് ആലോചിക്കണം. അവിടെയുള്ള ആൾക്കാരെ പറ്റിയും ചിന്തിക്കണം. മൊത്തത്തിൽ ജനങ്ങൾ മുഴുവനും ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നത് എല്ലാവരും UDFന് വോട്ട് ചെയ്യണമെന്ന ട്രെൻഡാണ്. അവിടെ കുറച്ച് ആൾക്കാർ ആരും അതിൽ മാറി നിൽക്കണ്ട. മാറി നിന്നുകൊണ്ടൊരു കാര്യവുമില്ല. തോറ്റോనికి വോട്ട് ചെയ്തുകൊണ്ടൊരു കാര്യവുമില്ലല്ലോ. അവിടെ എല്ലാ ആൾക്കാരും നിങ്ങൾ ഒത്തൊരുമിച്ച് നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ ഇനി 2 ദിവസമേ ഉള്ളൂ, ഇനി ഇങ്ങനെ പറയുന്നു വരില്ല, നിങ്ങൾ വോട്ട് ചെയ്യാനുള്ള തീരുമാനത്തിന് എടുക്കണം. കേരളം മുഴുവൻ ആ ഒരു തീരുമാനത്തിലാണ് എത്തിയത് എന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ എല്ലാവരുടെയും കൂടെ ആരും മാറി മാറി നിൽക്കാതെ എല്ലാ വിഭാഗം ആളുകളും UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. UDF പല നല്ല പരിപാടികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിപാടികളൊക്കെ നടപ്പിലാക്കും. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ട് വേണം. എല്ലാ UDFകാരനോട് പണ്ട് പ്രസംഗിക്കും പറയുകയും ചെയ്യേണ്ടുള്ളൂ. എല്ലാ നിഷ്പക്ഷമതികളായ വോട്ടർമാരും, എല്ലാ നല്ലവരായ ഇടതുപക്ഷക്കാരും, എല്ലാ നല്ലവരായ BJP സുഹൃത്തുക്കളും നിങ്ങളുടെ വോട്ട് UDF അനുകൂലമായി ചെയ്യണം. നമ്മുടെ നാട് രക്ഷപ്പെടണം, നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും UDFൻ്റെ പ്രവർത്തകന്മാരോട് അഭ്യർത്ഥന, നിങ്ങൾ ഈ വാക്കുകൾ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.